യശോദാമ്മയുടെ ആ തൈര് കലക്കണ ശബ്ദം കേട്ടപ്പോ ഏകദാ ആ യശോദ എന്ത് ചെയ്തു? ആ തൈര് കലക്കണ ശബ്ദം കേട്ടിട്ടാണ് ഉണ്ണി എണീറ്റത്. ഉണ്ണി എണീറ്റു, കൂട്ടുകാരൊക്കെ വന്ന് നിൽക്കണുണ്ട്. ഉണരൂ ഗോപാല ഉണരൂ യാദവ ഉണരൂ നന്ദ ഗോപാത്മജ. വളരെ മനോഹരമായിട്ട് യശോദാമ്മ ഗോപികമാരെ എഴുതിക്കൊണ്ടുവന്ന കവിതകളൊക്കെ ഇങ്ങനെ പാടും. അപ്പൊ ഈ താളത്തിനൊപ്പം അവിടെ ആ തൈര് ഇങ്ങനെ കലക്കുന്നുണ്ട്. ഉണ്ണിക്ക് മനസ്സിലായി തൈര് കലക്കുകയാണ് അമ്മ. അമ്മയുടെ കയ്യിലെ വളകൾ കിലുങ്ങുന്നുണ്ട്, അമ്മയുടെ കാലില് ചിലമ്പ് കിലുങ്ങുന്നുണ്ട്. പതുക്കെ എഴുന്നേറ്റു. എഴുന്നേറ്റോ? എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ നടന്നു. കാലിലെ പൊന്നിൻ ചിലമ്പ് മുകളിലേക്ക് കയറ്റി വെച്ചു. അരയിലെ ആ പൊന്നരഞ്ഞാണം കിങ്ങിണി അത് വയറിന് മുകളിലേക്ക് കയറ്റി വെച്ചു. അരയിൽ എവിടെയോ കിടക്കുന്നുണ്ട് ഒരു പട്ടുകോണം. വൈപ്പിയിൽ താഴെ വീണ് പോയിട്ടുണ്ട്. തോളത്തം നിൽക്കുന്ന തലമുടി, നെറ്റിയിലെ ഗോപിക്കുരു മാഞ്ഞിട്ടുണ്ട്. മെല്ലെ നടന്നു. ഉമ്മർപ്പടി അങ്ങ് കടന്നതും ചിലും എന്ന് പറഞ്ഞൊരു ശബ്ദം. ഉണ്ണി ഉണർന്നോ എന്ന് ചോദിച്ചു. അമ്മ കാര്യം മനസ്സിലാക്കി. ഇനിയിപ്പോ എന്ത് ചെയ്യാം? ഓടിച്ചെന്ന അമ്മേന്ന് പറഞ്ഞു അമ്മയുടെ കണ്ഠത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. കൈലാസേശ്വരന്റെ കഴുത്തിലെ കരിനാഗങ്ങളെ പോലെ യശോദാമ്മയുടെ കഴുത്തിലെ കരിമണിമാല പോലെ കണ്ണന്റെ രണ്ട് കയ്യൻ. എന്നാൽ അമ്മയുടെ ആ പുറത്ത് ഇങ്ങനെ കിടന്ന് കുറച്ചു നേരം ഊഞ്ഞാലാണ്. അമ്മയുടെ കവിളിലകളിൽ ഉമ്മ കൊടുത്തു. അമ്മയും ഉമ്മ കൊടുത്തു. അമ്മ തൈര് കഴിക്കൊണ്ടിരിക്കുക. അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് അമ്മയുടെ കയ്യിന്റെ ഇടയിൽ കൂടെ അകത്തേക്ക് കയറി ആ കഞ്ചുകം അഴിച്ചു. അമ്മിന്റെ പാല് കുടിക്കാൻ തുടങ്ങി. വലത്തെ കൈ ഓടൊക്കെ ഉള്ളതുകൊണ്ട് താളം പിടിച്ചു. ഇടത്തെ കൈ കൊണ്ട് ആ മന്ധദണ്ഡം കടകൊണ്ട് നമ്മൾ കൈ വെച്ചു. മേഘശ്യാമകനകപരിധി അല്ലേ? പരാഴിമഥനത്തിന്റെ സമയത്ത് മന്ദരപർവ്വതത്തിന്റെ മുകളിൽ കൈ വെച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ ഇപ്പൊ കൈ ഇങ്ങനെ വെച്ചു. വെണ്ണയ്ക്ക് തിരക്കായി ഉണ്ണിക്കണ്ണന്റെ അടുത്തേക്ക് എത്താൻ. വെണ്ണ ഇങ്ങനെ ഉയർന്നു വരുന്നു. ഉണ്ണികൃഷ്ണനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു. പാല് വായിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. യശോദാമ്മയുടെ ചേര നനഞ്ഞു. യശോദാമ്മ നോക്കുമ്പോഴാണ് അതേപോലെ പാലവിടെ തിളച്ചു പോകാൻ സാധ്യതയുണ്ട്. ഉണ്ണി അവിടെ നിർത്തി പാലെടുക്കാനായിട്ട്. പാൽക്കടലിന്റെ നാഥനായിരിക്കുന്ന ഞാൻ ഇവിടെ അമ്മയുടെ പുത്രഭാഗത്തിൽ വന്നത് അമ്മയ്ക്ക് നാഴൂരിൽ പാലിനോടാ താല്പര്യം അല്ലേ, ശരിയാക്കി തരില്ല എന്ന് പറഞ്ഞ് അമ്മയ്ക്കൂടെ എടുത്തുകൊണ്ടുവന്ന് ആ പാത്രത്തിൽ കൊണ്ടുവന്നിട്ടു. മൺപാത്രമായതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ആ വെണ്ണയൊക്കെ വാരിയെടുത്തു. അവിടുന്ന് ഓടിപ്പോയി. പടയിൽപ്പാട് നാരായണീയത്തിൽ ഭഗവാനെ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഈ അമ്മിക്കുഴ എടുത്തുകൊണ്ടിരുന്ന കാര്യം ഉണ്ടായിരുന്നു, ആ കടകോലുകൊണ്ടൊരു അടിയടിച്ചാ പോരെ. ഭഗവാൻ പറഞ്ഞു ആ കാര്യം ഞാൻ വിട്ടുപോയി പട്ടേരി, എനിക്ക് അത്ര ബുദ്ധി ഉണ്ടായില്ല. പട്ടേരിയുടെ അത്ര പട്ടേരി അങ്ങനെ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞു. നാരായണീയത്തിൽ കടകോല്, ഭാഗവതത്തിൽ അമ്മിക്കുഴ. ഏതായാലും പാത്രം പൊട്ടി എന്നുള്ളത് ഉറപ്പ്. അതോടുകൂടി ആ ദേഹബോധവും ഇല്ലാതെയാവണം അമ്മയുടെ എന്ന് തീർച്ചപ്പെടുത്തി ഭഗവാൻ അവിടുന്ന് ഓടി ഉരൽപ്പുരയിൽ പോയി ഇരുന്നു. അതിനുശേഷം അമ്മ അന്വേഷിച്ചു വരും. ഒരു കയ്യിൽ കയറുണ്ട്, മറുകൈയിൽ പീലി തണ്ടുണ്ട്. അമ്മയുടെ കയ്യിൽ ഉണ്ണിയെ തല്ലാൻ വേണ്ടി ഒരു പീലിയുടെ തണ്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഉണ്ണി അവിടെ ഇരിക്കുകയാണ്. അമ്മയെ കണ്ടപ്പോഴേക്കും കരച്ചിൽ വന്നു, കണ്ണൊക്കെ നിറഞ്ഞു. അമ്മ തല്ലിടില്ല എന്ന് പറഞ്ഞു, നിന്നെ ഇവിടെ കെട്ടിയിടാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഏതായാലും കെട്ടിയിടാൻ കുറേ നോക്കിയെങ്കിലും അവസാനം അമ്മയ്ക്ക് ആ ഉണ്ണിയെ കെട്ടിയിടാൻ സാധിച്ചു. പ്രണയരചനയാണ്, സ്നേഹഭാഷമാണ്. അതുകൊണ്ട് മാത്രമേ ആ ഉണ്ണിയെ കെട്ടിയിടാൻ സാധിക്കൂ. അങ്ങനെ കെട്ടിയിട്ട ആളുകളാണ് പ്രഹ്ലാദൻ, ധ്രുവൻ, ഉദ്ധവൻ, ഗോപികമാര്, പിന്നെ സുദാമ അല്ലെ. സുദാമം കൊണ്ട്, നല്ല ദാമം കൊണ്ട് കെട്ടിയിട്ടവൻ. ഏതായാലും യശോദാമ കെട്ടിയിട്ടപ്പോൾ ഉണ്ണിക്കൊരു പുതിയ പേര് കൂടി കിട്ടി. ദാമൻ കൊണ്ടമ്മ പിടിച്ചു തളച്ചപ്പോൾ ദാമോദരനായി നിന്നു കൃഷ്ണൻ ഹരി. ദാമോദരൻ എന്ന് ഉണ്ണിക്ക് പേര് വന്നു. അമ്മ അകത്തേക്ക് പോയി. ഏട്ടനും കൂട്ടുകാരൊക്കെ വന്നു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എന്നാ നമുക്ക് ഇന്ന് പുതിയൊരു കളി കളിക്കാം. ഐരാവതത്തിനു സമമാകുമി ഏട്ടനാന, ഞാനോ കറുത്ത നിറമുള്ളൊരു നാടനാന എന്നും പറഞ്ഞു വിരവോടമുട്ടുകുത്തി. കണ്ണനെ ഞാനിന്ന് ആന കളിക്കാമെന്നാണ് പറഞ്ഞത്. ഒരമ്മ കെട്ടിട്ടേക്കല്ലേ, അപ്പൊ ഒരല് തടി
നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഏട്ടൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ വലിക്കാം, എനിക്ക് നല്ല ശക്തിയുണ്ട്. ഏട്ടനെ കണ്ടാലേ ഏട്ടൻ ദേവേന്ദ്രനാണ്, അയ്യാവതം വെളുത്ത് എന്നെ കണ്ടില്ലേ, കറുത്ത കൃഷ്ണനാനെ മാധവനാനെ എന്നൊക്കെ വിളിക്കണം, എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. ശരിയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഏട്ടൻ കൃഷ്ണന്റെ ചെവിയിൽ എന്തോ പറഞ്ഞത്. എന്താ ഏട്ടൻ പറഞ്ഞത്? കൃഷ്ണ, പുറത്ത് നമ്മൾ ചിലരെയൊക്കെ കാണാൻ പോവില്ലേ, അപ്പൊ ഇങ്ങനെ മതിയോ, ഒട്ടൊന്നൊരുങ്ങിയാലെന്തു ഭംഗി. അപ്പൊ കൃഷ്ണൻ തിരിച്ചു പറഞ്ഞു, ഒന്നുമില്ലെങ്കിലും ഭംഗി തന്നെ. ഏട്ടാ, എനിക്ക് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയല്ല, നമ്മളിപ്പോ രണ്ടുപേരെ കാണാൻ പോവില്ലേ, ഇതൊക്കെ അവരുടെ സംസാരമൊക്കെ മറ്റാരും അറിയാതെയാണ്. അപ്പൊ ഏട്ടൻ പറഞ്ഞു, എന്നാ ഞാൻ തന്നെ ഉണ്ണിക്ക് പട്ടുകോണം ഉടുപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് പട്ടുകോണം, അരയിൽ കിടക്കണ പട്ടുകോണം തരാമെന്ന് ഉടുപ്പിച്ചു. പിന്നെ ഏട്ടൻ തോളത്ത് ഉത്തരീയന്മാരിട്ടായിരുന്നു ഒരു ചുവന്ന പട്ട്, അത് അരയിൽ കെട്ടിക്കൊടുത്തു. പിന്നെ ആ മയിൽപ്പീലി കുത്താൻ വേണ്ടി അമ്മ ഉപേക്ഷിച്ചു പോയ മയിൽപ്പീലി ഉണ്ട്, അമ്മ ഉപേക്ഷിച്ചു പോയ ഒരുപാട് ചരടുണ്ട്, ചരടെടുത്ത് കെട്ടി മയിൽപ്പീലി കുത്തി. അപ്പോഴാണ് പറയുന്നത്, ഇനി ഗോപി വേണം. ഏട്ടൻ പറഞ്ഞു, ഇനി ഗോപി അന്വേഷിച്ചു പോയാൽ അമ്മയാകുന്ന ഗോപി എന്ന് ചിത്രം വെക്കും. ഏട്ടാ, ആ ഗോപിയല്ല, നെറ്റിയിൽ തുറന്ന ഗോപി, അത് തന്നെയാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യാം? ഞാൻ ആ ഒരലിന്റെ കുഴിയിൽ കുറച്ച് വെണ്ണ വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഗോപി തൊട്ടോളൂ. അങ്ങനെ വെണ്ണ കൊണ്ടൊരു ഗോപി ചാർത്തി ആ വെണ്ണക്കണ്ണൻ മെല്ലെ അവിടുന്ന് നടന്നു. എന്തിനാ? മരങ്ങളായി നിൽക്കുന്നവരെ അമരന്മാരാക്കി മാറ്റാൻ. താൻ മരപ്രഭുവുമാണ്, താൻ അമരപ്രഭുവുമാണ് എന്ന് കാണിക്കാൻ. അവിടേക്ക് കടന്നു ചെന്നു, മരുന്ന് വൃക്ഷങ്ങൾക്കിടയിലൂടെ കടന്നു. രണ്ട് വൃക്ഷങ്ങളും രണ്ട് ഭാഗത്തേക്കായി മറഞ്ഞു വീണു. കുബേരപുത്രന്മാരായ നവകൂപരും മണിഗ്രീവരും കാക്കൽ വീണ് നമസ്കരിച്ചു. അവരെ അനുഗ്രഹിച്ച് ഭഗവാൻ പറഞ്ഞയച്ചു. അച്ഛനും അമ്മയും വന്നു നോക്കുമ്പോഴേക്കും ഈ ലീലകളൊക്കെ കഴിഞ്ഞു. അവരൊക്കെ അളകാപുരിയിലേക്ക് തിരിച്ചുപോയി. ഇവിടെ ഭഗവാൻ ആ നെറ്റിയിലേക്ക് വീണ അളകങ്ങളുമായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ യശോദാമ്മ കെട്ടിയിട്ട കണ്ണനെ നന്ദഗോപുരം അഴിച്ചുവിട്ടു. അപ്പോഴേക്കും അവർ ദുഷ്ടപ്പെടുത്തി, നമുക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാം. അമ്പാടിയിൽ ബൃഹദ്വനം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് വൃന്ദാവനത്തിലേക്ക് അവർ യാത്രയാവും. വൃന്ദാവന ചന്ദ്രനായി ഭഗവാൻ ആടിയ ലീലകൾ, അതിലാണ് മധുര മനോഹരമായ വേണുഗാനം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്, അല്ലേ? ശ്രീകൃഷ്ണൻ തന്റെ ഹാസം നിറയുമനുപമ സുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവനി മുരളികയൊന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നോരി ജന്മ പശുവിനുടെ കഥ നന്ദജൻ തന്റെ കാതിൽ. ആ മുരളികയ്ക്ക് വലിയൊരു ഭാഗ്യമുണ്ട്, എപ്പോഴും ഭഗവാനോട് ചേർന്നിരിക്കാം. കാട്ടിലേക്ക് പോകുമ്പോഴും തന്റെ ഗൃഹത്തിലിരിക്കുമ്പോഴും ഉണ്ണികൃഷ്ണന്റെ കയ്യില് എപ്പോഴും മുരളികയുണ്ട്. ഈ മുരളികയുമായി വൃന്ദാവനത്തിന്റെ ആ കാളിന്തിയുടെ തീരങ്ങളിലൂടെ ഇങ്ങനെ ഭഗവാൻ നടക്കും. പട്ടയിൽപ്പാട് ഈ രംഗത്തെ മനോഹരമായിട്ട് എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? കാളിന്തി ഒരു കാമുകിയെ പോലെ കണ്ണന്റെ കാലടികളെ പിന്തുടരും. സത്യത്തിൽ എന്താ? ഭഗവാൻ കാളിന്തിയുടെ തീരത്തിൽ കൂടെ ഇങ്ങനെ നടക്കും. അങ്ങനെ നടക്കുമ്പോഴാണ് പാമ്പായി വന്ന അഘാസുരനെ കൊന്നത്, വത്സാസുരനെ കൊന്നത്, ബഗാസുരനെ കൊന്നത്. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പൊ കാട്ടിലേക്ക് സാധാരണ പോലെ എങ്ങനെയാണ് യശോദാമ്മ ആ ഉണ്ണി കാലത്ത് തന്നെ കാട്ടിലേക്ക് പശുക്കുട്ടികളെ മേയ്ക്കാൻ പോകും, ഉച്ചയോടുകൂടി തിരിച്ചു വരും. എന്നാൽ അന്ന് കൃഷ്ണൻ പറഞ്ഞു, ഞാനിന്ന് കാട്ടിലേക്ക് പോവുകയാണ്, അവിടെ ഉച്ചഭക്ഷണം അവിടെയാണ്. അതെന്തിനാ? അവിടെ ഒരാളെ അനുഗ്രഹിക്കാണ്. ഒരാളെ നിഗ്രഹിക്കണം, ഒരാളുടെ ഗർവത്തെ നിഗ്രഹിക്കാൻ അനുഗ്രഹിക്കണം. ഒന്ന് അഘാസുരൻ, മറ്റൊന്ന് തന്റെ ആത്മജൻ തന്നെയായിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മാവ്. ഇതാണ് ഭഗവാന്റെ സങ്കല്പം. അപ്പൊ ഏട്ടനില്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഏട്ടൻ ഇന്ന് വരുന്നില്ല, ഏട്ടനോട് വരണ്ട പറഞ്ഞു. കാരണം എന്താ? ഏട്ടന്റെ വംശത്തിൽ പെട്ട ആളാണ് ഈ അഘാസുരൻ. അപ്പൊ അഘാസുരനെ കൊല്ലുമ്പോ ഏട്ടന് ഇഷ്ടായില്ലെങ്കിലോ, അതുകൊണ്ട് ഏട്ടനോട്
വരണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് കണ്ണൻ കൂട്ടുകാരോടുകൂടി പോകാൻ പുറപ്പെട്ടത്. കാലിമേക്കാൻ കണ്ണാതി പോയിടൊല്ലേ കണ്ണേ, കാലിമേക്കാൻ കണ്ണാതി പോയിടൊല്ലേ കണ്ണേ, കാച്ചിയ പാലു തരാം കട്ടത്തൈർ ചോറു തരാം, കാച്ചിയ പാലു തരാം കട്ടത്തൈർ ചോറു തരാം, കൈ നിറയ വെണ്ണ തരാം വെയിലിൽ കണ്ണാ പോയിടൊല്ലേ, കാലിമേക്കാൻ കണ്ണാ നീ പോയിടൊല്ലേ കണ്ണേ. എല്ലാവരും കാച്ചിയ പാലും വേണ്ട കട്ടത്തൈർ ചോറും വേണ്ട, കാച്ചിയ പാലും വേണ്ട കട്ടത്തൈർ ചോറും വേണ്ട, ഉല്ലാസമായി കാലിമേച്ചു പെട്ടെന്നിവൻ മടങ്ങി വരാം, പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ. കാളിന്തി തീരങ്ങളിൽ കള്ളന്മാർ വന്നിടുമേ, കാളിന്തി തീരങ്ങളിൽ കള്ളന്മാർ വന്നിടുമേ, കള്ളൻ വന്നു നിന്നെ പിടിച്ചാൽ, കള്ളൻ വന്നു നിന്നെ പിടിച്ചാൽ കാര്യമെല്ലാം കുഴപ്പമാവും, കാലിമേക്കാൻ കണ്ണാ നീ പോയിടൊല്ലേ കണ്ണേ. കള്ളനും കള്ളനാകും കള്ളനല്ലേ ഞാനും അമ്മേ, കള്ളനും കള്ളനാകും കള്ളനല്ലേ ഞാനും അമ്മേ, കള്ളൻ വന്നു എന്നെ പിടിച്ചാൽ, കള്ളൻ വന്നു എന്നെ പിടിച്ചാൽ കണ്ടം തുണ്ടമാക്കിയിടും ഞാൻ, പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ. ഗോവർദ്ധന പർവ്വതത്തിൽ കുളിരാം മൃഗങ്ങളുണ്ട്, ഗോവർദ്ധന പർവ്വതത്തിൽ കുളിരാം മൃഗങ്ങളുണ്ട്, കരടിയും പുലിയും വന്നാലെന്തു ചെയ്യുമോ മനതി, കരടിയും പുലിയും വന്നാലെന്തു ചെയ്യുമോ മനതി, കാലിമേക്കാൻ കണ്ണാ നീ പോയിടൊല്ലേ കണ്ണേ.
കൂടി ആക്രമിച്ചാൽ വേട്ടയാടി പിടിക്കും ഞാനും പൂരണമെന്നമ്മേ നീ തടയരുതേ അമ്മേ പൂരണമെന്നമ്മേ നീ തടയരുതേ അമ്മേ അച്ഛനാം നന്ദഗോപൻ ഉണ്ണീരിനെ തിരക്കിയെന്നാൽ എത്തുചൊല്ലും കണ്ണാ ഞാനും എന്റെ യോമൽ കണ്ണടിയെ അതിവേഗ കണ്ണ നീ പോയതൊല്ലേ കണ്ണേ തൊട്ടടുത്ത തെരുവിൽ കണ്ണൻ പന്തു കളിക്കുന്നുവെന്നോ തൊട്ടടുത്ത തെരുവിൽ കണ്ണൻ പന്തു കളിക്കുന്നുവെന്നോ ചൊല്ലിന്റെ ഭക്ഷണ ഞാൻ കൂടി വന്നു നിൽക്കും മുന്നിൽ പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ അതിവേഗ കണ്ണ നീ പോയിടൊല്ലേ കണ്ണേ പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ അതിവേഗ കണ്ണ നീ പോയിടൊല്ലേ കണ്ണേ പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ നീ തടയരുതേ അമ്മേ പോകണമെന്നമ്മേ തടയരുതേ അമ്മേ പോകണമെന്നമ്മേ നീ തടയരുതേ അമ്മേ. അങ്ങനെ കണ്ണൻ കാട്ടിലെത്തുന്നു. അവിടെ വെച്ച് അഘാസുരന് മോക്ഷം കൊടുക്കുന്നു. ആ അത്ഭുതകരമായ ലീല കണ്ട് നാൻമുഖനായ ബ്രഹ്മാവ് കണ്ണനെ ഒന്ന് കളിപ്പിക്കാൻ ശ്രമിച്ചു. ഏറ്റവും വലിയ ലീലാവിശാരദനായിരിക്കുന്ന ഭഗവാൻ ബ്രഹ്മാവിനെ കളിപ്പിച്ചു. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ലോകത്തിന് കാണിച്ചു. ബ്രഹ്മാവ് ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന പശുക്കുട്ടികളെയും ഗോപാലന്മാരെയും ഒക്കെ മറച്ചപ്പോ എല്ലാവരും വട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് പശുക്കുട്ടികളെ ആദ്യം മറച്ചത്. പിന്നീട് ഗോപാലന്മാരെ മറച്ചു. എല്ലാം അറിയുന്ന ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നു. ബ്രഹ്മാവ് ഇതൊക്കെ കഴിഞ്ഞ് കേമത്തം കാണിച്ച് സത്യലോകത്തിലേക്ക് എത്തിയപ്പോഴാണ് സത്യലോകത്തിലെ കാവക്കാർ ബ്രഹ്മാവിനെ തുടഞ്ഞു. എന്നെ മനസ്സിലായില്ലേ? ബ്രഹ്മാവാണ്. ഓ, വേഷം കണ്ടാലൊക്കെ ബ്രഹ്മാവാ തോന്നും. ഞങ്ങളുടെ ബ്രഹ്മാവ് അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ കാണിച്ചു കൊടുത്തു. ശരിയാണല്ലോ, അവിടെ ബ്രഹ്മാവ് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ താനാരാന്നായി സംശയം അല്ലേ? താനാരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞത് അന്നേ ബ്രഹ്മാവ് കേട്ടതാണ് ആ കളികളൊക്കെ. അപ്പൊ അവിടെ ഇരിക്കുന്ന ആള് അവിടെ 4 മുഖങ്ങളോടുകൂടി ഇരിക്കുന്ന ബ്രഹ്മാവായിട്ട് കണ്ടു ആദ്യം. അത് കഴിഞ്ഞ് നോക്കുമ്പോ 4 മുഖമൊന്നും കാണാനില്ല, ഒരു മുഖേ കാണാനുള്ളൂ. ആ മുഖത്തെ ചേർത്ത് വെച്ചിരിക്കുന്ന പൊന്നോടക്കുഴയിൽ നിന്ന് മധുരമനോഹരമായ ഗാനം ഒഴുകുന്നു. ഈ ഉണ്ണിയല്ലേ താൻ താഴത്ത് കണ്ടത്? മഞ്ഞപ്പട്ടൊക്കെ കൊടുത്ത് മയിൽപ്പീലി ചാർത്തി കാട്ട് പൂക്കളെ കൊണ്ട് മനോഹരമായിട്ടുള്ള മാലയൊക്കെ ചാർത്തി നിൽക്കണ ആ ഉണ്ണികൃഷ്ണൻ. എങ്കിൽ താഴത്ത് താൻ ചെയ്തത് എന്തായി എന്ന് വിചാരിച്ച് അങ്ങോട്ട് നോക്കിയപ്പോ യഥാതഥ താൻ മറച്ചതിനൊന്നും കാണാനില്ല, ഒക്കെ അതേപോലെ കാണാനുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം. ഒരാള് ആ അനന്തശാലിയായിട്ട് കിടക്കുന്നുണ്ടല്ലോ. ആളുടെ പൊക്കിൾ കൊടിയിലെ താമരയിലല്ലേ താൻ ഇരിക്കണത്. ആ ആളല്ലേ ഉടക്കോട് വിളിച്ച് നിൽക്കണത്. ഇനിയിപ്പോ ഒരൊറ്റ വഴിയുള്ളൂ. എന്താ? കാക്കൽ വീണ് നമസ്കരിക്കുക. ക്ഷമധർമാദൗരാജ്ഞം, എന്റെ തെറ്റു പൊറുക്കണേ എന്ന് പറഞ്ഞ് കാക്കൽ വീണ് നമസ്കരിക്കാനാണ് ഒരു നിർത്തിയില്ല. കാക്കൽ വീണ് നമസ്കരിച്ചപ്പോ ആ ഉണ്ണി പറഞ്ഞു, ബ്രഹ്മാവേ ലോകത്തിനോട് പറഞ്ഞോളൂ. എന്ത്? അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം എന്നിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. പറഞ്ഞോളില്ലേ? ബ്രഹ്മാവൊക്കെ എല്ലാവരും കേൾക്ക വിളിച്ചു പറഞ്ഞു. ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചു പറഞ്ഞയച്ചു. ഏട്ടനായ രാമന് പോലും കുറെ കാലത്തൊന്നും അറിഞ്ഞില്ല എന്നാണ് ഭാഗവതം പറയുന്നത്. ഏതായാലും പിന്നീട് ധേനുകൻ എന്ന അസുരനെ ഏട്ടനെ കൊണ്ട് കൊല്ലിച്ചു. കാളിന്തിയുടെ തീരത്തേക്ക് കാർമേഘവർണ്ണൻ ഒരു ദിവസം ഏട്ടനെ കൂട്ടാതെ പോയി. ഒപ്പത്തിലുള്ള കുട്ടികളൊരു 32 പേരുണ്ട്. അവരുടെ കൂടെയാ പോയത്. കൂട്ടുകാരോട് കൂടി പോയി ഏട്ടനെ കൊണ്ടുപോയില്ല. എന്താ കാരണം? ഇന്ന് ഒരു പാമ്പിനെ ഒരു പാഠം പഠിപ്പിക്കണം. തന്നെയുമല്ല, താൻ കാളത്തിലേക്ക് എടുത്ത് ചാടിയാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വൃന്ദാവനവാസികൾക്ക് സാന്ത്വനമാകാൻ ഏട്ടൻ കരയിൽ വേണം. ഭഗവാന്റെ സങ്കല്പമാണ്. അപ്പൊ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ഇന്ന് ഞാൻ പോവുകയാണ് കേട്ടോ,
അവിടുന്ന് ഗോപന്മാരൊന്ന് വിവരം അറിയിക്കുമ്പോൾ ഏട്ടൻ വന്നാൽ മതി. അഭിനയമൊക്കെ ഗംഭീരാക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ആക്കി ലോക നാടകവേദിയുടെ സംവിധായകനും പ്രധാന നടനും നായകനും നർത്തകനും ഗായകനും ഒക്കെ ആയിട്ടുള്ള ഭഗവാൻ അവിടുന്ന് അഭിപ്രായപ്പെട്ടു. നേരെ കാളിന്തിയുടെ തീർത്ത് ചെന്നു. കുട്ടികളൊക്കെ വെള്ളം കുടിച്ച് മോഹാനിസപ്പെട്ടു വീണു, ചിലർ മരിച്ചു വീണു. ഈക്ഷയ അമൃതവർഷിണിയായ നോട്ടം കൊണ്ട് അവരെ മുഴുവൻ വീണ്ടും ജീവിപ്പിച്ചു. എന്നിട്ട് കടമ്പ് വൃക്ഷത്തിന്റെ മുകളിലേക്ക് കയറി. കണ്ണൻ മുകളിലേക്ക് കയറിയതോടുകൂടി കരിഞ്ഞുണങ്ങിയ കടമ്പ് വൃക്ഷം പൂത്ത് വിടർന്നു നിൽക്കാൻ തുടങ്ങി. കാളിന്തിയിലേക്ക് അങ്ങോട്ട് എടുത്ത് ചാടി. കണ്ണൻ കാളിന്തിയിലേക്ക് എടുത്ത് ചാടിയേ എന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ ഓടിപ്പോയി. കണ്ണൻ ആ സമയത്ത് കാളിയനോട് ചേർന്ന് കുറച്ചു നേരം കളിച്ചു. കാമിനി രാധിക കെട്ടിപ്പിടിച്ചിടുന്നതുപോലെ കാളിയനോ ഭഗവാനെ വലിഞ്ഞു ചുറ്റി. ഭഗവാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോ ചില സമയത്ത് രാധാദേവി വന്ന് ഭാഗവതം രാധിക എന്ന് പറയുന്നില്ലെങ്കിലും പിന്നെയോ ആ രാധിക എന്നാണ് സജ്ജനങ്ങൾ പറയാറുള്ളത്. പക്ഷെ ഭാഗവതം പറയാ ആരാധികയല്ല ആരാധികയാണെന്ന്. ആരാധികയല്ല ആരാധിക. എന്തായാലും ഭഗവാൻ അത്രേ തോന്നിയുള്ളൂ. കാളിയൻ പിടിച്ചു കൊല്ലാൻ നോക്കിയിട്ടാണെങ്കിലും ഭഗവാൻ ഇങ്ങനെ വലിഞ്ഞു ചുറ്റി കാളിയന് അനുഗ്രഹം കൊടുക്കാൻ ഭഗവാൻ കഷ്ടപ്പെടുത്തി. കാരണം ഭഗവാനെ കെട്ടിപ്പിടിക്കാനുള്ള ഒരു ഭാഗ്യം അപൂർവ ആളുകളുടെ ഭഗവാൻ കൊടുത്തിട്ടുള്ളൂ. അതിലൊരാളാണ് കാളിയൻ. ഏതായാലും കാളിയൻ ഇങ്ങനെ വലിഞ്ഞു ചുറ്റി കാളിന്തിയിലേക്ക് ഒന്ന് ചാടി എന്നുള്ള വിവരം അവന് കരഞ്ഞും കൊണ്ട് ഗോപികമാരും നന്ദഗോപുരം യശോദയും രോഹിണിയും രാമേട്ടനും കൂട്ടുകാരും ഒക്കെ ഓടി വന്ന് കരയിൽ വന്ന് നിൽക്കുമ്പോ ഉണ്ണി നിർദ്ദേശം കൊടുത്തു. ആർക്കാത്? നർത്തനത്തിന്റെ ആചാര്യണ്ട്, നന്ദരാജൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ കൈലാസേശ്വരൻ. ഇനി നൃത്തം ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും നൃത്തം കാണാൻ ആകാശവീഥിയിൽ കാത്തു നിൽക്കുന്നു ബ്രഹ്മവിദ്യാ ദേവന്മാര്. നൃത്തം കാണാനല്ല, കണ്ണനെ കാണാൻ, ആ നർത്തകനെ കാണാൻ കാത്തു നിൽക്കുന്നു ഇവിടെ ഗോപികമാരൊക്കെ. എങ്കിൽ നർത്തനം തുടങ്ങാമെന്ന് ഭഗവാൻ നിർത്തപ്പെടുത്തി. ഇപ്പൊ പുതിയ കാലത്തൊക്കെ അങ്ങനെയുണ്ട്. വേദി ഉയർന്നു വരിക, അല്ലെങ്കിൽ വേദിയിലേക്ക് മുകളിൽ ഒരാള് തൂങ്ങി ഇങ്ങോട്ട് താഴത്തേക്ക് വരിക, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭഗവാൻ തുടങ്ങിയതാണ്. ഏതായാലും മനോഹരമായിട്ടുള്ള ആ വർണ്ണവിസ്മയം തീർക്കാൻ കാളിയന്റെ ഭടങ്ങളിലെ ആ രത്നങ്ങള്, അങ്ങനെയുള്ള വേദിയിൽ ഭഗവാൻ കാളിയന്റെ വാലും പിടിച്ച് മുകളിലേക്ക് ഉയർന്നു വരിക. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ രാമേട്ടൻ എല്ലാവർക്കും കേൾക്കാൻ പറഞ്ഞു, അഗ്രേ പശ്യാമി. ഇതാ കാണുന്നു. എന്താ കാണുന്നത്? കണ്ണനെ കാണാല്ലേ? കണ്ണനെ കാണാനില്ല. കണ്ണന്റെ മൈപ്പീലി കാണാനുണ്ടോ? രാമേട്ടനെ കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് നോക്കിയപ്പോ ആ കാളിന്തിയുടെ ഓളങ്ങൾക്ക് മുകളിലേക്ക് ഒരു മൈപ്പീലി. ആ മനോഹരമായ പിഞ്ചം ആദ്യം. അത് കഴിഞ്ഞപ്പോ ഭഗവാന്റെ മനോഹരമായ അതിസുന്ദരമായിരിക്കുന്ന തിരുമുടിക്കേട്ട്, പഞ്ചമിചന്ദ്രതുല്യമായ തിരുനെറ്റി, അതിലെ ഗോപിക്കുറി, കാരുണ്യാകുലനേത്രം, ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യൻ മകരാഭകുണ്ഡലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭക്തുദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. എല്ലാവരും ആ ഉണ്ണിയൊക്കെ കണ്ടു. പൊന്നിൻ ചിലം പൂജിക്കുന്നു സുന്ദരം. ആ കാലുകൊണ്ട് ഇങ്ങനെ താളം പിടിക്കുമ്പോ അതിമനോഹരമായ നൃത്തം. അപ്പോഴാണ് വേദി കണ്ടത്. വേദി എന്താ? വേദനിക്കുന്ന ആ കാളിയനാണ്. കാളിയന് രക്തം ഛർദ്ദിച്ചു, അഹങ്കാരം മുഴുവൻ തീർന്നു, അലങ്കാര സ്വരൂപിയായ ഭഗവാനെ സ്തുതിച്ചു, ഭഗവാൻ അനുഗ്രഹിച്ചു. കാളിയന്റെ ഘോരാഗ്നിയെ ഇല്ലാതെയാക്കിയ ഭഗവാൻ, കാളിന്തിയെ വിഷമുക്തമാക്കിയ ഭഗവാൻ, പിന്നീട് അഗ്നി അവിടെ എല്ലാ വൃന്ദാവനവാസികളെയും പിടിച്ചു വിഴുങ്ങാൻ വന്നപ്പോ അഗ്നിയെ പാനം ചെയ്ത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് അവിടെയും കാണിച്ചു. ഓരോരോ ഋതുക്കളിലും ഉണ്ണികൃഷ്ണൻ ഓരോ തരത്തിലുള്ള ലീലകൾ ആടി തുടങ്ങിയപ്പോ ഇപ്പോ ഗോപികമാർക്ക് കുറേശ്ശെ മനസ്സിലായി തുടങ്ങി. നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദ് എന്ന് മനസ്സിലായി തുടങ്ങി. അങ്ങനെ അവര് ഓടക്കോഴിനോട് ചോദിക്കുക, ഓടക്കോഴെ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയത്?
കണ്ണന്റെ അധരത്തോട് ചേർന്നിരിക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടിയില്ലേ? ഞങ്ങളൊക്കെ മോഹിക്കണത് ആ കണ്ണനോട് ചേരാൻ വേണ്ടിയിട്ടാണ്. ഒടക്കൊഴു പറയുന്നുണ്ട്. എന്താ ഒടക്കൊഴു പറയുന്നത്? എന്നെ പോലെ ആവാൻ സാധിച്ച അതെന്റെ കഴിവല്ല, ഭഗവാന്റെ കഴിവ് മാത്രമാണ്. എന്റെ നൈപുണ്യമല്ല, ഭഗവാന്റെ കാരുണ്യമാണ്. എങ്ങനെയാവണം? ഒന്നുമില്ലാതെ ആവണം, ശുദ്ധശൂന്യമാവണം നമ്മുടെ ഉള്ളം എന്നാണ് ഒടക്കൊഴു നമ്മളെ പഠിപ്പിക്കണം. ഗോപികമാർക്ക് ഒടക്കൊഴു പഠിപ്പിച്ചു കൊടുത്തത് അതാണ്. ഓടക്കുഴലേ പൊന്നോടക്കുഴലേ നീ ഓമന കണ്ണന്റെ സ്വന്തമല്ലേ, ഓടിക്കളിക്കുന്ന ഓമന കുട്ടന്റെ ഓമനയായതു ഭാഗ്യം തന്നെ. ഓടക്കുഴലേ പൊന്നോടക്കുഴലേ നീ ഓമന കണ്ണന്റെ സ്വന്തമല്ലേ. ഒന്നുമില്ലായ്മ എന്നോടെ ഭാഗ്യമെന്നോതുന്നു കണ്ണന്റെ വേണുവപ്പോ. ഓർക്കുന്നു എന്നുള്ളിൽ മോദം നിറയുന്നു, ഓടക്കുഴലാവാൻ മോഹിപ്പൂ ഞാൻ. ഓരോരോ ജീവൻ ഓടക്കുഴലല്ലോ, ഓരോരോ രാഗങ്ങൾ മൂളിടുന്നു. ഒന്നും ആ ജീവന്റെ കേമത്തമല്ലല്ലോ, ഓങ്കാരൂപന്റെ കാരുണ്യം താൻ. ഓരോ മനസ്സിലും മാലിന്യം നീങ്ങുമ്പോൾ ഓടിയണയുന്നു കണ്ണനുണ്ണി. ഓടക്കുഴലാകും ജീവനെ ചുംബിച്ചു ഓർമ്മയിൽ സംഗീതം ചേർത്തിടുന്നു. ഓർക്കുക മധ്യരെ ജീവിതമെന്നെന്നും ഓടക്കുഴലിനു തുല്യമാക്കും. ഓരോ നിമിഷവും ഓങ്കാരൂപന്റെ ഓരോരോ രൂപങ്ങൾ ഓർത്തിരിക്കും. ഒടക്കൊഴ് ഗോപികമാർക്കത് പകർന്നു കൊടുത്തപ്പോ, പറഞ്ഞു കൊടുത്തപ്പോ അവരാ ഒടക്കൊഴാവാൻ മോഹിച്ചു. അതിന് അമ്മയുടെ കാരുണ്യത്തിനായിട്ട് അവർ പ്രാർത്ഥിച്ചു. ആ കണ്ണനാമ്പിയെ സ്വന്തമാക്കാൻ അവർ ദാഹിച്ചു. ആ കാത്യായനി ഭഗവതിയെ അവർ പ്രാർത്ഥിച്ചു. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ ഗുരുത്തേ നമഃ. ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. എങ്കിൽ എന്നോട് ചേരാൻ നിങ്ങളിൽ ദേഹബോധമില്ലാതെയാവണം. ഞാനായി മാറണമെങ്കിൽ എന്നെ പോലെ ആവണ്ടേ. ദേഹമില്ലാതെ ആത്മസമർപ്പണ ഭാവത്തിലേക്ക് എത്തണം. ദേഹമുണ്ട് എന്നുള്ള തോന്നലാണ് നമുക്ക് വസ്ത്രങ്ങളൊക്കെ അണിയാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി മാറുന്നത്. അതുകൊണ്ട് ആ വസ്ത്രങ്ങളെ മാറ്റി വസ്ത്രമില്ലാതെയും ആ കണ്ണനാകുന്ന കണ്ണാടിയിൽ തങ്ങളുടെ പ്രതിബിംബങ്ങളെ അവർക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ അവരൊക്കെ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തിൽ ദേഹബോധമില്ലാതെ വീണ് നമസ്കരിച്ചപ്പോൾ അവർക്ക് ആ ഭഗവാൻ രാസലീല എന്ന മഹത്തായ ലീലയെ പകർന്നു കൊടുക്കാൻ തീർച്ചപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് കേവലം ഗോപീ വസ്ത്രാപഹരണം എന്നുള്ളത്
ഒരു പുരുഷൻ സ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ച കഥയല്ല, മറിച്ച് ജീവാത്മാക്കളിൽ ദേഹബോധമില്ലാതെയാക്കി ആത്മീയ അനുഭവത്തിന്റെ ആ അദ്രിശിഖരങ്ങളിലേക്ക് അവരെ എത്തിക്കുന്ന കാർമേഘവർണ്ണന്റെ കാരുണ്യത്തിന്റെ ലീലയാണ്